നമസ്കാരം. ദീർഘത്തിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെ അനുകൂല സാഹചര്യങ്ങളെ തുടർന്ന് മധ്യേഷ്യയിലുണ്ടാകുന്ന തന്ത്രപരമായ മാറ്റങ്ങളെക്കുറിച്ചും കൊസോവോയിൽ രൂക്ഷമാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നു. ഈ വാർത്തകളും മറ്റു പ്രധാന വിശേഷങ്ങളുമായി ഞങ്ങൾ തുടരുന്നു. ആദ്യം ഹോർമുസ് കടലിടുക്കിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്ന് അൽ ജസീര റിപ്പോർട്ട് ചെയ്യുന്നു. ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ പുതിയ കപ്പൽ പാത അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ക്രിയാത്മകമാണെന്ന് ഒമാൻ അധികൃതർ വ്യക്തമാക്കി. ഇരുപക്ഷവും ഒരു ധാരണയിലേക്ക് നീങ്ങുകയാണെന്ന സൂചനകൾ മേഖലയിലെ നിരീക്ഷകർക്കിടയിൽ നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും ചർച്ചകളുടെ അന്തിമഫലം ഇപ്പോഴും അവ്യക്തമാണ്. ചർച്ചകൾ അനുകൂലമാണെങ്കിലും അന്തിമ കരാർ ഒപ്പിട്ടാലും കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കില്ലെന്ന് ഇറാൻ അധികൃതർ മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ പരമാധികാരവും യാത്രാചട്ടങ്ങളും സംബന്ധിച്ച തങ്ങളുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ടെഹ്റാൻ വ്യക്തമാക്കുന്നു. ആഗോള ഊർജ്ജ വിപണിക്ക് നിർണായകമായ കപ്പൽ പാതകൾ സുരക്ഷിതമാക്കാനുള്ള വിശാലമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ചർച്ചകൾക്ക് തയ്യാറായത് വലിയൊരു മാറ്റമാണെങ്കിലും ഔദ്യോഗിക കരാറിലെത്താൻ ഇനിയും സാങ്കേതികവും രാഷ്ട്രീയവുമായ നിരവധി തടസ്സങ്ങളുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കടലിടുക്കിന്റെ നിയന്ത്രണത്തിലുണ്ടാകുന്ന ഏത് മാറ്റവും ആഗോള വ്യാപാരത്തെയും മേഖലയിലെ സുരക്ഷയും നേരിട്ട് ബാധിക്കുമെന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹം ഏറെ ഗൗരവത്തോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരും. കൂടുതൽ വിവരങ്ങൾക്കായി ജനരതമായി തുടരുക. സൗദി അറേബ്യയ്ക്ക് നേരെയുണ്ടായ ഹൂതി മിസൈൽ ആക്രമണങ്ങളെയും അന്താരാഷ്ട്ര വാണിജ്യ കപ്പൽ പാതകൾക്ക് നേരെയുള്ള ഭീഷണികളെയും അപലപിച്ചുകൊണ്ടുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രസ്താവനയെ സൗദി അറേബ്യ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശനിയാഴ്ച റിയാദ് ഔദ്യോഗികമായി പ്രതികരിച്ചതായി ഖത്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജൂലൈ പകുതി മുതൽ വർദ്ധിച്ചുവരുന്ന ശത്രുതാപരമായ നടപടികളെയാണ് യുഎൻ സുരക്ഷാ കൗൺസിൽ അപലപിച്ചത്. ജൂലൈ 13 മുതൽ സൗദി പ്രദേശത്തേക്ക് തുടർച്ചയായി നടക്കുന്ന മിസൈൽ ആക്രമണങ്ങളും ജൂലൈ 22 മുതൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളും സുരക്ഷാ കൗൺസിൽ എടുത്തുപറഞ്ഞു. പ്രാദേശിക സുരക്ഷ നിലനിർത്തേണ്ടതിന്റെയും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെയും ആവശ്യകത സൗദി അറേബ്യ ഊന്നിപ്പറഞ്ഞു. ഈ ആക്രമണങ്ങൾ ആഗോള വിതരണ ശൃംഖലയ്ക്കും ഗൾഫ് മേഖലയുടെ സ്ഥിരതയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്ന് സൗദി അധികൃതർ ആവർത്തിച്ചു. സുപ്രധാന കപ്പൽ പാതകളുടെ സുരക്ഷയെക്കുറിച്ചും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചും വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര ആശങ്കകളാണ് യുഎൻ സുരക്ഷാ കൗൺസിലിന്റെ ഇടപെടലിലൂടെ വ്യക്തമാകുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളും സമാധാന കരാറുകളും ലംഘിക്കുന്ന ഹൂതികളെ ഉത്തരവാദികളാക്കാൻ അന്താരാഷ്ട്ര സമൂഹം തുടർന്നും ഇടപെടണമെന്ന് റിയാദ് ആവശ്യപ്പെട്ടു. ടെഹ്റാന് വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ മക്കയിലെ അൽസ കൊട്ടാരത്തിൽ വെച്ച് ഔദ്യോഗികമായി സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. മേഖലയ്ക്കായി പുതിയൊരു തന്ത്രപരമായ സുരക്ഷാ ചട്ടക്കൂട് രൂപീകരിക്കുന്നതാണ് ഈ കരാർ. ബിബിസിയും അൽ ജസീരയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മാസങ്ങളോളം നീണ്ടുനിന്ന ഉന്നതതല ചർച്ചകൾക്കൊടുവിലാണ് ഈ കരാർ യാഥാർത്ഥ്യമായത്. മധ്യേഷ്യയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വഷളാകുന്നതിന് മുൻപേ തന്നെ ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. വർദ്ധിച്ചുവരുന്ന പ്രാദേശിക ഭീഷണികളെ നേരിടാൻ ഈ മൂന്ന് രാജ്യങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നതിന്റെ സൂചനയായാണ് ഈ കരാറിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സങ്കീർണമായ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളെ നേരിടാൻ പ്രാപ്തിയുള്ള ഒരു ഏകീകൃത ശക്തിയായി ഈ രാജ്യങ്ങൾ മാറുകയാണ്. റിയാദിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ സഖ്യം രൂപീകരിച്ചതിന് പിന്നാലെയാണ് മക്ക സഖ്യം എന്നറിയപ്പെടുന്ന ഈ പുതിയ കൂട്ടായ്മയും നിലവിൽ വരുന്നത്. പ്രാദേശിക വ്യാപാര പാതകളുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. വൈവിധ്യമാർന്ന പങ്കാളിത്തങ്ങളിലൂടെ സുരക്ഷാ ഭീഷണികൾ ലഘൂകരിക്കാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് നയതന്ത്ര നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കൃത്യമായ രൂപരേഖകൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂവെങ്കിലും പ്രാദേശിക പ്രതിരോധ മുൻഗണനകളിൽ വലിയൊരു മാറ്റത്തിനാണ് ഇത് തുടക്കമിടുന്നത്. അസ്ഥിരതയുടെ ഉറവിടങ്ങളെ ഔദ്യോഗികവും ബഹുമുഖവുമായ സഹകരണത്തിലൂടെ നേരിടാനുള്ള ബോധപൂർവമായ ശ്രമമായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. പെട്ടെന്നുണ്ടായ സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനേക്കാൾ ഉപരിയായി ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കൂട്ടായ സുരക്ഷാ സംവിധാനമായാണ് ഈ കരാർ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ബിബിസിയും അൽ ജസീറയും സ്ഥിരീകരിക്കുന്നു. ടെഹ്റാന് വേണ്ടി റിപ്പോർട്ട്. കൊസോവോ പാർലമെന്റിൽ ശനിയാഴ്ച ഉണ്ടായ സംഘർഷം രൂക്ഷമായി. ഇടക്കാല പ്രധാനമന്ത്രി അൽബിൻ കുർട്ടിക്കുനേരെ പ്രതിപക്ഷ അംഗം മുട്ടയെറിഞ്ഞതിനെ തുടർന്ന് പാർലമെന്റ് നടപടികൾ അടിയന്തരമായി നിർത്തിവെച്ചു. ചൂടേറിയ ചർച്ചകൾക്കിടെയാണ് ഈ സംഭവം നടന്നതെന്ന് സ്ഥിരീകരിച്ച ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നതാണ് ഈ സംഭവം.
സർക്കാരിനുള്ളിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാകുന്നതിലേക്കാണ് ഈ പ്രതിഷേധം വിരൽ ചൂണ്ടുന്നത്. നിലവിലെ ഭരണകൂടം പ്രാദേശിക ചർച്ചകളും ആഭ്യന്തര നയങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതിക്കെതിരെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പാർലമെന്റിൽ ഇത്തരമൊരു പ്രതിഷേധം അരങ്ങേറിയത്. സഭയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചെങ്കിലും കടുത്ത ശത്രുതയ്ക്കിടയിൽ ഇടക്കാല സർക്കാരിന്റെ പ്രവർത്തനക്ഷമതയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ഉയരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ഭിന്നത തുടരുന്നതിനാൽ സ്ഥിതിഗതികൾ ഇപ്പോഴും വഷളായി തുടരുകയാണ്. പാർലമെന്റിലെ ഇത്തരം സംഭവങ്ങൾ നിർണായകമായ പരിഷ്കാരങ്ങൾ വൈകിപ്പിക്കുമെന്നും ബാൽക്കൻ രാജ്യത്തെ രാഷ്ട്രീയ പ്രതിസന്ധി കൂടുതൽ സങ്കീർണമാക്കുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ടെഡ്റന് വേണ്ടി റിപ്പോർട്ട്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇസ്രായേൽ അധികൃതർ പിടിച്ചെടുക്കാൻ പദ്ധതിയിടുന്നതായി പുതിയ റിപ്പോർട്ടുകൾ. പുരാവസ്തു ഗവേഷണത്തെ ഭൂമി കൈക്കലാക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നത്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം പലസ്തീനികളുടെ ഉടമസ്ഥതയിലുള്ള പല പ്രദേശങ്ങളും സംരക്ഷിത പുരാവസ്തു മേഖലകളായി പ്രഖ്യാപിക്കാനാണ് നീക്കം. ഇത് പ്രാദേശിക ജനങ്ങളുടെ പ്രവേശനം തടയുന്നതിനും ഭാവിയിൽ ഭൂമി പിടിച്ചെടുക്കുന്നതിനും വഴിയൊരുക്കും. ചരിത്രപരമായ കാര്യങ്ങളെ ഇസ്രായേലിന്റെ മാത്രം കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ച് ഭൗമരാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി പൈതൃക സംരക്ഷണത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. അധിനിവേശ പ്രദേശങ്ങളിലെ സാംസ്കാരിക സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്ന അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണിതെന്ന് പലസ്തീൻ അധികൃതരും അന്താരാഷ്ട്ര നിരീക്ഷകരും കുറ്റപ്പെടുത്തി. ചരിത്രസ്മാരകങ്ങളുടെ സംരക്ഷണത്തിനാണ് ഈ നടപടിയെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പലസ്തീൻ ജനതയുടെ കുടിയൊഴിപ്പിക്കലിന് ഇത് കാരണമാകുമെന്ന ആശങ്ക ശക്തമാണ്. ഭൂമി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകൾ നിയമനടപടികൾക്ക് ഒരുങ്ങുകയാണ്. ഈ വിഷയത്തിലെ തുടർവിവരങ്ങൾ ദർഹത നിരീക്ഷിച്ചുവരികയാണ്. കഴിഞ്ഞ മാസം ഫ്രാൻസിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ വിതച്ച കാട്ടുതീയുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് പേരെ അറസ്റ്റ് ചെയ്തതായി ഫ്രഞ്ച് അധികൃതർ സ്ഥിരീകരിച്ചു. രാജ്യത്തെ വനമേഖലകളെ തകർത്തെറിഞ്ഞ ഈ തീപിടുത്തങ്ങളുടെ കൃത്യമായ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഈ വ്യാപകമായ നാശത്തിന് ഉത്തരവാദികളെ കണ്ടെത്താനുള്ള നടപടികൾ അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. BBC റിപ്പോർട്ട് പ്രകാരം തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. സംശയിക്കപ്പെടുന്നവരും തീ പടർന്ന കേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തിവരികയാണ്. മനുഷ്യ ഇടപെടലുകളാണ് അന്വേഷണത്തിന്റെ പ്രധാന പരിധിയിൽ വരുന്നതെന്ന് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയോ വ്യക്തമായ ഉദ്ദേശ്യങ്ങളോ ഉണ്ടോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അറസ്റ്റുകളുടെ വ്യാപ്തി, വനപരിപാലന നയങ്ങളെക്കുറിച്ചും ഗ്രാമീണ മേഖലകളിലെ അഗ്നിശമന സംവിധാനങ്ങളുടെ അപര്യാപ്തതയെക്കുറിച്ചും രാജ്യവ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അന്വേഷണം തുടരുമ്പോൾ ക്രിമിനൽ അനാസ്ഥയോ മനഃപൂർവ്വമുള്ള തീവെപ്പോ അതോ മനുഷ്യസഹജമായ അബദ്ധങ്ങളോ ആണോ ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് വ്യക്തമാക്കാൻ അധികൃതർ കടുത്ത സമ്മർദ്ദത്തിലാണ്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് സർക്കാരിന്റെ മുൻഗണനയാണെന്ന് അധികൃതർ ആവർത്തിക്കുമ്പോഴും ഇത്രയും സങ്കീർണമായ പാരിസ്ഥിതിക ദുരന്തങ്ങളിൽ നേരിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണെന്ന് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. നൂറുകണക്കിന് തെളിവുകളാണ് ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി തുടരുക. തത്സമയ സംപ്രേക്ഷണത്തിനിടെയുണ്ടായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് പ്രശസ്ത അമേരിക്കൻ സെലിബ്രിറ്റി ബ്ലോഗർ പെരസ് ഹിൽട്ടൺ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. തത്സമയ സംപ്രേക്ഷണത്തിനിടെ സ്വയം ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം വിദഗ്ധ ചികിത്സയിലാണെന്നും പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താൻ സമയമെടുക്കുമെന്നും കുടുംബം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഉള്ളടക്ക നിയന്ത്രണങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് ഇത് വീണ്ടും തുടക്കമിട്ടു. ഈ വിഷമഘട്ടത്തിൽ സ്വകാര്യത മാനിക്കണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചെങ്കിലും ആരാധകർ നൽകുന്ന പിന്തുണയ്ക്ക് അവർ നന്ദി അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സംപ്രേക്ഷണത്തിന് പിന്നാലെ തന്നെ അടിയന്തര സേവന വിഭാഗം അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയിരുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെയും സമ്മർദ്ദങ്ങൾക്കിടയിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അടിയന്തര സഹായം ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മാനസികാരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു. പെരസ് ഹിൽട്ടന്റെ ആരോഗ്യനിലയെക്കുറിച്ചും പ്ലാറ്റ്ഫോം അധികൃതരുടെ തുടർനടപടികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ചെറുത് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇന്നത്തെ ആഗോള സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ഈ സ്ഥിരീകരിച്ച റിപ്പോർട്ടിലേക്ക് സ്വാഗതം. നാളെയും വസ്തുതകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സ്ഥിരീകരിക്കുന്നത്.